ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ അനുഭവക്കാനും കൂടുതൽ ബീഹാറിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു വീട് മാത്രമല്ല, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള പൂർത്തിയായിട്ടുള്ള 100 വീട് ഞാൻ കാണിച്ചു തരാം. ഇത് നാളെ മറ്റന്നാളെ വേണമെങ്കിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീജിക്ക് ഞാൻ അയച്ചു തരാം. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു മോശപ്പെട്ട സംവിധാനം മാത്രം കാണിച്ചിട്ട് ഇതാണ് ആ സംസ്ഥാനത്ത് മുഴുവനുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അവിടെയാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. ശ്രീ ശ്യാംരാജ്, ഒരു പാവപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന് മുകളിൽ ഇങ്ങനെ ഒരു ചാപ്പ പതിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക്? എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഈ രാജ്യത്ത് ഏതൊരു സാധാരണക്കാരനും ഏതൊരു പൗരന്റെയും അവകാശമാണ് അവന് കയറി കിടക്കാൻ ഒരു വീട്. ആ വീടെന്ന അവകാശത്തിനു മേൽ എന്തിനാണ് ഈ പ്രദർശനം? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശ്രീ എം മണി അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്. പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരെ എന്താ പറയേണ്ടതെന്ന് അറിയാമോ? അന്നേരം ആ സമയത്ത് കേരളത്തിൽ വോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്ത ആളുകളുടെ ഡിഗ്നിറ്റിക്ക് പ്രശ്നമില്ലായിരുന്നു. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ യാത്ര നടന്ന സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ശ്രീ MV ഗോവിന്ദന്റെ കീശയിലേക്ക് മൊയ്തീൻ എന്ന് പറയുന്ന ഒരു വൃദ്ധനെ അദ്ദേഹത്തിന്റെ പെൻഷൻ പണമാണെന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിലേക്ക് കൊണ്ട് കുറച്ച് പൈസ ഇടിപ്പിച്ചു, 2000 രൂപ എന്തോ ഇടിപ്പിച്ചു. PR വർക്കിന് വേണ്ടിയിട്ട് മൊയ്തീൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വൃദ്ധനെ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡിഗ്നിറ്റി ഇല്ലായിരുന്നു. അഞ്ചരക്കണ്ടി ലൈഫ് പദ്ധതി 16 വീടുകളുടെ താക്കോലുകൾ കൈമാറി അന്നത്തെ മന്ത്രിയായിരുന്ന MB രാജേഷ് കുറെ അമ്മമാരുടെ മുമ്പിൽ വലിയ താക്കോലിന്റെ രൂപങ്ങൾ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ ഫോട്ടോ ഇന്നും ഗൂഗിളിൽ കിട്ടും. ആ സമയത്ത് ഇവിടെ സാധാരണക്കാരന്റെ ഡിഗ്നിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? തട്ടിപ്പാണല്ലേ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പെൻഷൻ കൊടുക്കുമ്പോഴായിക്കോട്ടെ വീട് കൊടുക്കുമ്പോഴായിക്കോട്ടെ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള അമ്മമാരുടെ ചിത്രം കയ്യിൽ കാശും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ അവരുടെ ഡിഗ്നിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ശ്രീജിത്ത് ഡിഗ്നിറ്റി ഒന്നും അല്ല പ്രശ്നം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതികളും കേരളത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. അവിടെ ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയിട്ടുള്ള ജനഹിത് കോളേജിൽ ഇപ്പോൾ SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് NEP അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസിൽ UP-യിൽ ലോ പഠിക്കുമ്പോൾ കേരളത്തിലെ SFI വിദ്യാർത്ഥികളെ കൊണ്ടിട്ട് ഇവർ സമരം ചെയ്യിപ്പിച്ച എന്തിനാ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവരുടെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ കൊച്ചുമകൻ തിരുവനന്തപുരത്തെ CBSE-യിലെ NEP അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ CPM ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ഇവർക്ക് NEP എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ഏതൊരു പദ്ധതി വന്നാലും എതിർക്കണം. അതിനപ്പുറത്തേക്ക് ഡിഗ്നിറ്റി ഒന്നും അല്ല കാര്യം. ഡിഗ്നിറ്റി ആണെങ്കിൽ ഇവരത് ചെയ്യണമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള വൃദ്ധജനങ്ങളെ കൊണ്ടുവന്നിട്ട് സർക്കാരിന്റെ കാശ് വാങ്ങിച്ച് നക്കിയവരെന്ന് ഈ നാട്ടിലെ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഇവരുടെ സമുന്നതനായിട്ടുള്ള നേതാവ് MM മണി വിളിച്ചിട്ട് അത്രയും ഡിഗ്നിറ്റിക്ക് പ്രശ്നമൊന്നും കേരളത്തിലെ ഒരാൾക്കും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ലല്ലോ. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് 4-5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടന്ന സമയത്ത് ആ സംസ്ഥാനങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ എന്തൊക്കെയോ ആ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറ്റുമോ അതിൽ റിസർച്ച് ചെയ്തിട്ട് കേരളത്തിൽ വന്നിട്ട് ന്യൂസ് കൊടുത്തയാളാണ് ഇദ്ദേഹം. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അങ്ങനെയൊന്നും പറയേണ്ടി വരും. ശ്രീജ കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ശ്രീജ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമല്ല. ശ്രീജ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കുഴപ്പമായി തോന്നുന്നത്. എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ചാനലിലൂടെ അനൂപ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ലേഖകനോ നിങ്ങളുടെ ആ മാധ്യമ പ്രവർത്തനം ചെയ്തതിനകത്ത് എനിക്ക് എതിരഭിപ്രായം ഉണ്ടെന്നേ, BJPക്ക് എതിരഭിപ്രായം ഉണ്ടെന്നേ. നിങ്ങൾ എടുത്തു നോക്കുക. അല്ലെങ്കിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കാണട്ടെ, അവര് വിലയിരുത്തട്ടെ. നമ്മൾ തർക്കിക്കണ്ട. ഇത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പോയിട്ട് ആ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും വിഷയങ്ങൾ പിന്നോട്ടുള്ള വിഷയങ്ങൾ എടുത്തു കാണിച്ചിട്ട് സംസ്ഥാനത്ത് മുഴുവൻ ഇങ്ങനെയാണ്. നിങ്ങൾ എടുത്തു നോക്ക്. ഈ വീടുണ്ടാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആകെ ലഭിച്ചത് 2 ലക്ഷം രൂപ. അതിൽ 50,000 രൂപയാണ് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നത്. കൊടുത്തതല്ല, അവരെടുത്തതാണ്. ഇതാണ് ബീഹാറിലെ പലയിടത്തെയും അവസ്ഥ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ലല്ലേ? ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ എന്താണ് അവിടെ കണ്ടതെന്ന് പറയുക മാത്രമാണ് ശ്യാംരാജ്
അനൂപ് ദാസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളെ അപമാനിച്ചു എന്ന് നിങ്ങൾക്ക് Okay, okay. തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ എക്സ്ട്രാ ഓർഡിനറി കഥ ആ വീഡിയോ കൊണ്ട് എന്താ തോന്നുക? ബീഹാറിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ അങ്ങനെ വീട് ആ ഒറ്റ വീട് മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്യൂ, പ്രേക്ഷകർ തീരുമാനിക്കണം. ഇത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്ന് ഗൂഗിൾ ചെയ്യൂ. ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ വന്നിട്ടുള്ള വീടുകൾ ഞാൻ കാണിച്ചു തരാം. 100 എത്ര മനോഹരമായിട്ട് വലിയ ബിൽഡിംഗ് ഹൗസായിട്ട് നിർമ്മിച്ചിട്ടുള്ള എത്ര വീടുകളുണ്ട്. ഇവിടെ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്താ? ബീഹാറിന് പാഠമാകട്ടെ, ഉദാഹരണമാകട്ടെ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ മുഴുവൻ വീടുകൾ ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ അനൂപ് പോയേക്കാളും കൂടുതൽ ബീഹാറിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു വീട് മാത്രമല്ല, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള പൂർത്തിയായിട്ടുള്ള 100 വീട് ഞാൻ കാണിച്ചു തരാം. ഇനി നാളെയോ മറ്റന്നാളോ വേണമെങ്കിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീജിക്ക് ഞാൻ അയച്ചു തരാം. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു മോശപ്പെട്ട സംവിധാനം മാത്രം കാണിച്ചിട്ട് ഇതാണ് ആ സംസ്ഥാനത്ത് മുഴുവനുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അവിടെയാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. മനസ്സിലായില്ലേ? പോയി ചത്തുടടാ. കേരളം അതിദരിദ്രപ്പോ ഞങ്ങളൊക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കയറി കിടക്കാൻ ഇടമില്ലാത്ത പാറപ്പുറത്ത് കിടന്നു ഇറങ്ങുന്ന മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നു. കയറി കിടക്കാൻ ഇടമുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അതിദരിദ്ര പദവിയിൽ ഞങ്ങൾ ആരും ആ വാർത്ത കൊടുത്തില്ലേ ശ്യാം? ഞങ്ങളൊക്കെ ആ വാർത്ത കൊടുത്തു. കേരളം മുഴുവൻ ഇങ്ങനെയാന്ന് പറഞ്ഞോ? അതല്ല ഉദ്ദേശം. ഞാൻ മാനന്തവാടിയിൽ മത്സരിക്കുമ്പോ അവിടെ പാവപ്പെട്ട വീടുകളിൽ വീടെന്ന് പറയുന്ന രൂപങ്ങൾ കയറി ചെന്നപ്പോ അത് അനൂപ് പറഞ്ഞു. അനൂപ് അങ്ങനെ പറഞ്ഞു. അത് ബീഹാറിന് പരിച്ഛേദമാണെന്ന് അനൂപ് പറഞ്ഞു. ആ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബീഹാർ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ബീഹാർ പഠിക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ അങ്ങനെയെങ്കിൽ മറ്റു ഉദാഹരണങ്ങൾ ഇല്ലെന്നല്ലേ? അവിടെ വേറെ മാതൃകകൾ ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ മറ്റു മാതൃകകൾ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്തായാലും 1.5 വർഷത്തിന് മുൻപ് ചെയ്ത ഒരു റിപ്പോർട്ടിനെ ചൊല്ലി സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളതാണ്. ഇങ്ങനെ എന്തിനാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീജ ഇങ്ങനെ വെളുപ്പിക്കുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ പറഞ്ഞത് ബീഹാറിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് ഒരേ ഒരു വീടല്ല അത്. പൂർത്തീകരിച്ചിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന നല്ല ഒരുപാട് വീടുകളുണ്ട്. കേരളത്തിലും അതുപോലെ തന്നെ അതേപോലെ തന്നെ വീടുകൾ കേരളത്തിലും ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചു തരാം. അതായത് സർക്കാർ അനുവദിച്ചിട്ടും സർക്കാർ ഫണ്ട് കൊടുക്കാത്ത, സർക്കാർ ഫണ്ട് കൊടുത്തിട്ടും കോൺട്രാക്ടർമാർ പണി പൂർത്തിയാക്കാത്ത വീടുകൾ ധാരാളം കേരളത്തിലുമുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിലെ വീടുകൾ മുഴുവൻ ഇങ്ങനെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ? എല്ലാവർക്കും രസമാണ് ഇവിടെ. അവിടെയാണ് എനിക്ക് നിങ്ങളോടുള്ള വിയോജിപ്പ് എന്ന് പറഞ്ഞത്. അത് ഒരു വീട് അങ്ങനെ ഉണ്ട്, യാഥാർത്ഥ്യമാണ്, സ്വാഭാവികമാണ്. 10-12 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ വീടുകളിൽ ഒരു വീട് ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് ആ വീട് ശ്രീജൊന്ന് സത്യസന്ധമായിട്ടൊന്ന് ആലോചിക്കും. അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് ബീഹാറിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ പണിത് കൊടുത്തിട്ടുള്ള ഒരേ ഒരു വീട് അത് മാത്രമാണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?